നമുക്കെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മൾ പ്രശ്നങ്ങളാണ് നമ്മളെ മനസ്സിലാക്കിയത്. പ്രശ്നങ്ങളില്ലാത്തൊരു ദൈവമാണ്. ദൈവത്തിൻ്റെ അല്ലെങ്കിൽ മാലാഖയായിരിക്കും. അപ്പോൾ ആ ഒരു വിഷമങ്ങളെ നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ആവശ്യങ്ങളൊക്കെ ദൈവത്തെ അറിയിച്ചിട്ട് നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ദൈവത്തിന് പോകാതെ നമ്മുടെ കിട്ടിയ നല്ല കാര്യങ്ങളൊക്കെ ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള നമ്മളെ ആവശ്യങ്ങൾ വിഷമങ്ങൾ ദൈവത്തിന് സംസാരിക്കുകയും ദൈവം നല്ല തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞത്. അതിനെ തോപ്പിക്കാനായിട്ട് ഒരു ശക്തിക്കും ഈ ഭൂമിയിൽ കഴിയുകയില്ല. പിന്നെ എന്തൊക്കെയാണ് പ്രാർത്ഥനയുടെ എലമെൻറ്റ്സ് ഓഫ് പ്രെയർ? എന്തൊക്കെയാണ് പ്രാർത്ഥനയിൽ വേണ്ടത്? നമ്മൾ പ്രാർത്ഥന ഒരിക്കലും നടത്താൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്, അതായത് പ്രൈവറ്റ് സീസിംഗ് എന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. അതായത് രാവിലെയും ഉച്ചയ്ക്കും നമുക്ക് കിട്ടുന്ന സമയത്തെല്ലാം ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് വേറെ ഒന്നും ചെയ്യില്ലെങ്കിൽ ദൈവത്തിനോട് നന്ദി പറയുക, കണ്ണടച്ച് നന്ദി പറയുക. കിടക്കുമ്പോഴും നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോഴും ചിലപ്പോൾ നമുക്ക് ദൈവത്തോട് പറയാം. അത് മുട്ടുകുത്തിരിക്കണമെന്നില്ല. എങ്ങനെ ഏത് സ്റ്റേറ്റിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ തെറ്റ് ചെയ്തു, തെറ്റിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും നമുക്ക് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ രാജ്യത്തിന് നീതിക്ക് വേണ്ടി അന്വേഷിക്കുക. പിന്നെ ഒരു കാര്യം, നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാരുമായിട്ട് രമ്യതയിൽ പോകാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമുക്ക് ആർക്കും കടക്കാരായിട്ടിരിക്കരുത്, ആരെയും വിഷമിപ്പിക്കരുത്. അങ്ങനെയുള്ളവരടുത്ത് നമ്മൾ നിരന്നുകൊള്ളണം. തെറ്റ് പറയേണ്ടടുത്ത് നമ്മൾ ആ ബൗണ്ടറി കീപ്പ് ചെയ്യുന്നതിന് തെറ്റില്ല. നന്മയും തിന്മയും തമ്മിൽ എന്ത് ബന്ധം? വെളിച്ചൊരിട്ട് നമ്മൾ എന്ത് ബന്ധം? എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരും ഒപ്പം ജീവിക്കുക. ഒപ്പം നന്മ ആ മനുഷ്യരല്ല ഉദ്ദേശിക്കുന്നത്, അവരുടെ തിന്മകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റില്ല. അത് അവരെ വിഷമിപ്പിക്കരുത്, അവരെ എന്നേക്കായിട്ട് നമ്മൾ വെറുക്കുന്ന രീതിയിലും ആകരുത്. അതും പറയാനുള്ള ശക്തി നമ്മൾ കാണിക്കണം. അത് അവർക്ക് നന്മയ്ക്ക് വേണ്ടി തന്നെയാണ്. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടാവും, അത് നമ്മൾ തിരിച്ച് അക്സെപ്റ്റ് ചെയ്യാനും പഠിക്കണം. നമ്മൾ അഭിശാലത കാണിക്കുകയും വേണം. പിന്നെ ചില പ്രയറുകൾ നമുക്ക് ഒരിക്കലും ഫുൾഫിൽ ചെയ്യാൻ പറ്റില്ല. അതിനെപ്പറ്റി വിഷമിപ്പിക്കേണ്ട. അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യാനിരിക്കുന്നു. ചിലപ്പോൾ നമ്മൾ ആ കാലത്തിൽ മരിച്ചു പോയേക്കാം. ചിലപ്പോൾ നമ്മൾ ആഗ്രഹങ്ങൾ സാധിച്ചെന്ന് വരും. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കണമെന്നില്ല. എല്ലാം ഒന്നും കറക്റ്റ് ആവണമെന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങളൊന്നും കറക്റ്റ് ആവണം. നമ്മളെ ചിന്ത കൊണ്ട്, നമ്മളെ ഈ ഇമോഷൻസ് കൊണ്ട് ചിന്തിക്കുന്ന ആഗ്രഹങ്ങളെന്നല്ല ആൾക്കാരെ കാണിക്കുന്നത്. നമ്മൾ ചുറ്റോട്ട് ഇമ്മീഡിയറ്റായിട്ടുള്ള സമയത്തും ഇമ്മീഡിയറ്റായിട്ടുള്ള നമ്മുടെ ആൾക്കാരുടെ പരിചയം, ഇമ്മീഡിയറ്റായിട്ടുള്ള നമ്മുടെ ജോലിയും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഗോൾസ് ഒക്കെ സെറ്റ് ചെയ്യുന്നത്. അതൊന്നും ആയിരിക്കില്ലല്ലോ യഥാർത്ഥ ഗോൾസ്. നമ്മൾ എപ്പോഴാണ് ദൈവത്തിന് അലൈൻ ചെയ്യുന്നത്, അപ്പോൾ ശരിക്കും ഗോൾസ് വരും. ഗോൾസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ ഒരു വലിയൊരു സംഭവമായി മാറണമെന്നോ അങ്ങനെയൊക്കെ നമ്മൾ കൊച്ചിൽ ആഗ്രഹിക്കും. പക്ഷേ അതിനേക്കാളും ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലൈഫ് ദൈവം നമുക്ക് തരും. നമ്മൾ നാളെ മരിച്ചു പോയാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കും. എന്താ പറ്റിയെന്നുള്ളത് ഇപ്പം തന്നെ ദൈവത്തോട് നിരന്നുകൊണ്ടോ ആ പ്രാർത്ഥനയിലാണ്. ഇന്ന് നിങ്ങളുടെ മനസ്സെല്ലാം ദൈവത്തിലേക്ക് ഓപ്പൺ ചെയ്യുക. ദൈവമേ, ഇത്രയും കാലം ദൈവം ചെയ്തതിന് നന്ദി. എനിക്ക് ദിവസവും അന്നേക്കുള്ള ആഹാരവും അന്നേക്കുള്ള ജീവിക്കാനുള്ള ശക്തിയും അദ്ദേഹം തരണമേ. ആ പ്രത്യേക ബൈബിളിൽ പറഞ്ഞിട്ടുള്ള പ്രാർത്ഥനയാണ്.